AC വെയിൽ മാത്രമേ ഉള്ളൂ, പലയിടത്തും വർക്ക് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഇത് വിദഗ്ധ അഭിപ്രായം പറയുന്ന ഇത് മാറ്റണം, ഇത് റീപ്ലേസ് ചെയ്യണം, ഈ സംവിധാനം റിപ്പയർ ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. ഇത് 2013 മറ്റോ ആരംഭിക്കുമ്പോൾ 13 ആരംഭിക്കുമ്പോൾ അന്ന് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇതിന്റെ ഗ്യാരണ്ടി പീരീഡിനെ കുറിച്ചൊന്നും വ്യക്തതയില്ല. അപ്പോൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ചെലവ് വരും? അത് 5 കോടി മുതൽ 10 കോടി വരെ വരുന്നതാണ് അഭിപ്രായം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ച് 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ട് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ത് വരുന്നത്, 100 ദിവസത്തെ കർമ്മപദ്ധതി ഉൾപ്പെടുത്തി MRI സ്കാൻ സ്ഥാപിക്കാൻ നിർദ്ദേശം കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മിഷൻ ഉൾപ്പെടെ വാങ്ങാനുള്ള കാശ് അടച്ചിട്ടുണ്ട്. വയനാട്ടിലൊക്കെ ഞങ്ങള് CSR ഫണ്ട് ഉപയോഗിച്ചാണ് MRI സ്കാൻ സ്ഥാപിച്ചത്. പക്ഷെ ഇവിടെ അതല്ലാതെ തന്നെ ഉണ്ട്. പക്ഷെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്ന സ്റ്റാഫിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആവശ്യത്തിലുള്ള ഡോക്ടർമാരെയും സ്റ്റാഫിനെയും നിയമിക്കും. അതിന്റെ ഏതാണ്ടൊരു കണക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. പരമാവധി സ്റ്റാഫിനെ നിയമിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ PSCയിൽ തന്നെ ലിസ്റ്റ് വാങ്ങി അടിയന്തരമായി നിയമനവും നടക്കുക. അപ്പോൾ കുറേ കാലമായിട്ട് നിയമനം നടന്നിരുന്നില്ല. ഇത്തവണ നിയമനം ഞങ്ങൾ തന്നെ നടത്തുകയാണ്. PSC ലിസ്റ്റ് കാലഹരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് പരമാവധി ആളുകളെ ജോലിയിൽ പ്രവേശിപ്പിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് DMEയുമായി മറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ട്രോമ കെയർ യൂണിറ്റ് ഇവിടെ സ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായി. ഇതിനെല്ലാം പുറമെ മറ്റാവശ്യങ്ങൾ അത് തിരുവനന്തപുരത്ത് പോയി കാര്യങ്ങൾ പരിശോധിച്ച് ഉടൻ തന്നെ തീരുമാനമെടുക്കും. ഈ മെഡിക്കൽ കോളേജ് സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. കാരണം ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ട് പോലും അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ദുഃഖകരം. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കുട്ടികളെ പ്ലേ ഗ്രൗണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ ഇതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പരിഹരിക്കും. MLAയുടെയും MP യുടെയും സജീവമായിട്ടുള്ള പങ്കാളിത്തം ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. രണ്ടാമത്തെ കാര്യം ആരോഗ്യവകുപ്പിലെ പർച്ചേസിംഗിനെ അത് ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടാൽ വിജിലൻസിനെ ഏൽപ്പിക്കും. ഞാൻ ഇന്ന് ആഭ്യന്തരമന്ത്രിയായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ കിട്ടിയതിന് ശേഷം അത് വിജിലൻസിന് കൈമാറുക. അതെ, ആരോഗ്യം ഞങ്ങള് ഒരു റൗണ്ട് ഞങ്ങൾ ചർച്ച നടത്തിയതാണ്. പിന്നെ ചില മാനേജ്മെന്റുകൾ പറയുന്നത് സർക്കാരിന്റെ മിനിമം വേജസ് ആക്ട് അനുസരിച്ച് ഞങ്ങൾ ശമ്പളം കൊടുക്കാമെന്നാണ്.